നാരങ്ങ വെള്ളം. ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ പുറത്തോട്ടിറങ്ങിയ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കുമ്പോഴുള്ളൊരു സമാധാനം അല്ലേ, അത്ര ഇഷ്ടമാണ് എല്ലാവർക്കും നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളം അമിതമായി കുടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റില്ലല്ലേ. അമിതമായിട്ട് തന്നെയായിരിക്കും നമ്മൾ കുടിക്കാല്ലേ, എത്ര കിട്ടിയാലും. പോരാത്തതിന് നാരങ്ങ മേടിച്ചിട്ട് വന്ന് അത് ജ്യൂസാക്കി കുടിക്കും. അങ്ങനെ എത്രത്തോളം കുടിക്കാൻ പറ്റും ഈ ചൂടുകാലത്ത് കുടിക്കാറുണ്ട്. പക്ഷേ ഭാരം കുറയ്ക്കും, ശരി തന്നെയാണ്, നിർജ്ജലീകരണം തടയും, അതുപോലെ ദഹനക്കേട് കുറയ്ക്കും. നാരങ്ങ വെള്ളം കുടിക്കുന്നതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ എങ്കിലും അധികം നാരങ്ങ വെള്ളം കുടിക്കരുതെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നാരങ്ങ വെള്ളം കുടിക്കും, അതിലൊരുപാട് ഗുണങ്ങളുണ്ട്, പാർശ്വഫലങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. പ്രോട്ടീനും കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പൊട്ടാസ്യം, ധാതുക്കൾ, ഫോളേറ്റ് തുടങ്ങിയ അവശ്യ പോഷകങ്ങളെല്ലാം നാരങ്ങ വെള്ളത്തിലുണ്ട്. വൈറ്റമിൻ സിയുടെ സമ്പന്നമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ മാത്രമല്ല പ്രതിരോധ സംവിധാനത്തെ മെച്ചപ്പെടുത്തുന്നു, ഭാരം കുറയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതെല്ലാം കേട്ടിട്ടുണ്ടെങ്കിലും അധികം നാരങ്ങ വെള്ളം കുടിക്കുന്നത് പ്രശ്നമാണെന്ന് പറയാൻ കാര്യം എന്താ അറിയോ? ഉയർന്ന അസിഡിറ്റി ഉള്ള സിട്രസ് പഴങ്ങളിലൊന്നാണ് നമ്മുടെ നാരങ്ങ. നാരങ്ങ ദന്തസംബന്ധമായ ഹൈപ്പർ സെൻസിറ്റിവിറ്റിക്കും പല്ല് പൊട്ടുന്നതിനൊക്കെ കാരണമാവും. സിട്രസ് പഴങ്ങൾ പലപ്പോഴും മൈഗ്രെയിനും തലവേദനയും ഉണ്ടാക്കുന്നു. ഇത് പലപ്പോഴും തലവേദന ഉണ്ടാക്കുന്ന പ്രകൃതിദത്തമായിട്ടുള്ള മോണോ അമീനായ ടെറാമിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇത് നമ്മുടെ കടുത്ത തലവേദന അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കാനാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ സിട്രസ് പഴങ്ങളിൽ മൈഗ്രെയിനും തമ്മിൽ ബന്ധമുണ്ടെന്ന് പഠനങ്ങൾ ഇതിനു മുമ്പ് തെളിയിച്ചിട്ടുണ്ട്. സിട്രസ് പഴങ്ങൾ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർക്ക് എപ്പോഴും ദഹന സംബന്ധമായ പ്രശ്നങ്ങളും നെഞ്ചരിച്ചിലുണ്ടാവും, അസിഡിക് അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും, ഓക്കാനുണ്ടാവും, ഛർദി ഉണ്ടാവും, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഗ്യാസ്ട്രോ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം നാരങ്ങ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കണമെന്നും പറയുന്നുണ്ട്. എന്നാൽ ഒഴിവാക്കണ്ട, ഇത് അമിതമാവാത്ത രീതിയിൽ കഴിക്കാമെന്നും പറയുന്നുണ്ട്. പൂർണ്ണമായും ഒഴിവാക്കാനല്ല പറയുന്നത്, അമിതമാകരുത് എന്നേ പറയുന്നുള്ളൂ. സിട്രസ് പഴങ്ങൾ വായിലെ അൾസറിന് കാരണമാകുമെന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം നാരങ്ങ നിസ്സാരക്കാലിനല്ല കേട്ടോ, അപകടകരമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മാണുക്കൾ നാരങ്ങയിൽ ഉണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പം നാരങ്ങ വെള്ളം കുടിക്കുന്ന ആൾക്കാർ നാരങ്ങ വെള്ളം കുടിച്ചോളൂ, കുഴപ്പമില്ല, പക്ഷേ അമിതമാകരുത്, അത്രയേ ഉള്ളൂ. അമിതമായാൽ അമൃതം വിഷം എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നാരങ്ങ വെള്ളം നല്ലതാണ്, നാരങ്ങ നല്ലതാണ്, പക്ഷേ ഒരുപാട് അമിതമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ്. എന്തിനാണ് വെറുതെ ഒരു പൊല്ലാപ്പൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്? അപ്പോൾ നാരങ്ങ വെള്ളമായിരുന്നാലും മിതമായിട്ട് കഴിക്കുക.